ബി ജെ പിക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറവാണ്. അതായത് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള എതിർ കക്ഷികളായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടില്ല. ബി ജെ പിക്കാരുടെ മുഴുവൻ വോട്ടുകളും പിടിക്കാൻ എല്ലാ സ്ഥലത്തു നിന്നുള്ള പ്രവർത്തകരുടെ റിപ്പോർട്ട് അനുസരിച്ച് സാധിച്ചിട്ടുണ്ട്. അത് തൃശ്ശൂരും സാധിച്ചിട്ടുണ്ട്, പത്തനംതിട്ടയും സാധിച്ചിട്ടുണ്ട്, തിരുവനന്തപുരവും സാധിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലും അതുപോലെ നമ്മുടെ ആലപ്പുഴയും പാലക്കാടും നമുക്ക് പരമാവധി നമ്മുടെ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളും അവർക്ക് വീണിട്ടുമുണ്ട്. എന്നിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഹാദികളുടെ വോട്ട് മാത്രമാണ് കാര്യമായിട്ട് ഈ കോൺഗ്രസിന് പോയിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലുള്ള വോട്ടുകൾ നിങ്ങളുടെ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളെ മുഴുവൻ വോട്ടുകളും വീണിട്ടുണ്ട്. ഞങ്ങൾ ഒരാൾ പോലും വോട്ട് ചെയ്യാതെ ഒരു സ്ഥലത്തും നിന്നിട്ടില്ല. എല്ലാ ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം മിനിമം 3 സീറ്റ് ബി ജെ പിക്ക്, 3+ ആണ്. മനസ്സിലായോ? അതാണ് ഞങ്ങളെ ഇപ്പോഴത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ തൃശ്ശൂരും പത്തനംതിട്ടയും തിരുവനന്തപുരവും അത് ഞങ്ങൾക്ക് ഏകദേശം ഷുവറാണ്. ബാക്കി 3 കൂടുതൽ കിട്ടിയ 4-5 സീറ്റൊക്കെ കിട്ടിയ പൊന്നാര ജിഹാദികളെ പിന്നെ ബി ജെ പിയിലേക്ക് ഒഴുക്കായിരിക്കും. നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം ഇവിടുത്തെ ഹിന്ദുക്കളെ എന്നെ കേൾക്കുന്നവര്, ഞാൻ ഇവിടെ ഉള്ളവരുടെ പറയുന്നത്, നിങ്ങളിപ്പോ താഴെ ഇരിക്കുന്ന ആർക്കൊക്കെ വോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ക്രിസ്ത്യൻസും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. നിങ്ങൾ ചിലപ്പം ഈ കോൺഗ്രസിനായാലും ബി ജെ പിക്കായാലും ബി ജെ പിയിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൽ ചിലപ്പോൾ വോട്ട് ചെയ്തവരായിരിക്കും താഴെ ഇരിക്കുന്നത്. ഇനി ഞാനൊരു പോസ്റ്റ് വായിച്ചു, അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കും. ഷാഫിക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്ന ഒരു പോസ്റ്റാണ്. ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനായ ചെറുപ്പക്കാരനാണ്, മറ്റേതോ കാഫിറായ സ്ത്രീ. സ്ഥാനാർത്ഥി ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? നമ്മൾ പെട്ടവനല്ലേ, ചിന്തിച്ച് വോട്ട് ചെയ്യുക. സുഡാപ്പി ഗ്രൂപ്പിനകത്ത് വന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ മുസ്ലിങ്ങൾ ചിന്തിക്കുന്ന രീതി എന്താണെന്ന്. നമുക്കറിയാം, ശൈലജ ടീച്ചർ നമ്മൾ പാർട്ടി എല്ലാം മാറ്റി വെച്ചാലും അവരൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്കെതിരെ ഈ പറയുന്ന പി കിറ്റിന്റെ അകത്ത് ഒരു അഴിമതി ആരോപണമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവര് ഭരിച്ച സമയത്ത്, അവര് മന്ത്രിയായിരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ പറയുന്ന വീണ ജോർജിനെക്കാട്ടും ഒരു നല്ലൊരു മിനിസ്റ്റർ തന്നെയായിരുന്നു. അതിലൊരു മാറ്റമില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീക്കെതിരെ അവിടുത്തെ മുസ്ലിങ്ങളുടെ ആ ഒരു മൈൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോഴും നമ്മളാണ്, ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളാണ് മതേതരത്വം അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിലെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി വെല്ലുവിളിച്ച് മുന്നോട്ടിറങ്ങണം. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്നവന്മാരെ ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്ക്. 5 നേരം നിസ്കരിക്കുന്നവൻ ദീനായ സ്ഥാനാർത്ഥി. ഇനിയെങ്കിലും ഈ പറയുന്ന മതേതരത്വം മാറ്റിവെയ്. ഈ മതേതരത്വം എന്ന് പറഞ്ഞ വാക്ക് കൊണ്ടുവന്നത് ഇന്ധനന്മാരെ പോലുള്ള വൃത്തികെട്ട ജിഹാദി കൂട്ടങ്ങളാണ്. ഇനിയെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും, ക്രിസ്ത്യാനികളുടെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും കണ്ണു തുറക്കും. ഇപ്രാവശ്യം നിങ്ങൾ ചിലപ്പോൾ മാറി കുത്തിയായിരിക്കാം, അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ ഇതിനെക്കാട്ടും വലിയ അപകടത്തിലേക്കായിരിക്കും, കാശ്മീരിനെക്കാട്ടും വലിയ അപകടത്തിലേക്കും കേരളം പോയിക്കൊണ്ട്. സ്വന്തം ചിഹ്നത്തില് അവസാനമായിട്ട് എന്താ പറയാ അവസാനം ആ ചിഹ്ന പോസ്റ്ററിലൊക്കെ ഒന്ന് കാണാനും ആ ചിഹ്നത്തില് ഒരു നോക്കി അവസാനമായിട്ട് ഒന്ന് വിട പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുത്താനും സാധിച്ച ആ സുദിനം, മഹത്തായ സുദിനം കുറെ ആളുകൾക്ക്. എല്ലാ സംഖ്യകളും കയറി വരിട്ടോ. അപ്പൊ ആ മഹത്തായ സുദിനത്തിലേക്ക് കുറെ ആൾക്കാര് അവര് എന്താ പറയാ മരിക്കാറായ ആൾക്കാരെ വീൽ ചെയറിലും എന്താ പറയുക വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്ന ആ നയനമനോഹരമായ കാഴ്ച ഞാൻ കണ്ടു. പക്ഷെ എന്നാൽ എന്താ പറയുക അനിവാര്യമായ ആ വിധി ആയിരിക്കും ഈ പറഞ്ഞ ഈ 4-ാം തീയതി അവരെ കാത്തിരിക്കുന്നത്. ചിഹ്നം പോയി എന്നുള്ളത് കൺഫേം ആണ്. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് ഈ പറഞ്ഞ എന്താ പറയാ ഈ ജാതി സംവരണന്റെ ജീവിത എന്താ പറയാ അവതാര ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു രാജകുമാരൻ. ഈ രാജകുമാരൻ അവന്റെ ടീമിന്റെ അവസ്ഥ ഇന്ത്യയിൽ ഈ മുഗൾ എന്താ പറയാ ഈ പരമ്പര എങ്ങനെയാണ് ഇന്ത്യയിൽ ക്ഷയിച്ച് ഇല്ലാതായത്, അതുപോലെയൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ ടെറിട്ടറീസ് ഒക്കെ ഇങ്ങനെ പോവും. ഏതോ ഒരു നേതാവ് ഇങ്ങനെ എന്താ പറയാ ജനഗണമന തെറ്റിച്ച് പാടി പറഞ്ഞില്ലേ, അവരധികാരം മറ്റേ പറയാ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠയിലൊക്കെ പോയപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ജനഗണമന പാടിയതാന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഈ കോൺഗ്രസ് നേതാവിന്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇവരുടെ ടെറിട്ടറീസ് ആദ്യം പോവും, രണ്ടാമത് ഈ വർദ്ധിച്ചു വരുന്ന നാഷണലിസം.
അത് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ അന്ത്യം കണ്ടേ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് രാജകുമാരന്റെ എന്താ പറയാ അവതാര ലക്ഷ്യം പൂർത്തിയാവാതെ തന്നെ എന്താ പറയാ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരും എന്ന് പറയില്ല, ഇന്ത്യയിൽ നിന്ന് വിട പറയേണ്ടി വരും. അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ ഈ ഇലക്ഷനിൽ കേരളത്തിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ എന്താ ക്രിസ്ത്യന് ഈ ന്യൂനപക്ഷം എന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് ഇവർ ഒളിച്ചു കടത്തുന്നത് ഇസ്ലാമിക ആയതുകൊണ്ട് ഞാൻ ആ ന്യൂനപക്ഷം എന്ന് പറയുന്ന വാക്ക് ഞാനിപ്പോൾ പൊതുവെ ഉപയോഗിക്കുന്നില്ല. അത് ഈ മതേതരം എന്ന് പറഞ്ഞ പോലെ അത്ര വൃത്തികെട്ട വാക്കായി പോയി. കാരണം മതേതരം എന്ന് പറഞ്ഞിട്ട് അത് ഒളിച്ചു കടത്തുന്നതൊക്കെ ഹിന്ദുക്കളെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് പലരും എല്ലാ ഹിന്ദുക്കൾക്ക് മനസ്സിലായി. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ വ്യക്തമായിട്ട് അവരുടെ സഭയുടെ എന്താ പറയുക വക്താക്കൾ പറയുന്നതല്ലാതെ അവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ഗ്രൂപ്പായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനെ ഡിസൈഡ് ചെയ്യാനും തുടങ്ങിയതാണ് കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. അതിപ്പോൾ ചിലപ്പോൾ ഒരു 5% ആയിരിക്കാം, 10% ആയിരിക്കാം. എത്രയായാലും ശരി അവരാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ചേഞ്ചിങ് ഫോഴ്സായിട്ട് കാണുന്നത്. അപ്പം ഈ ചേഞ്ചിങ് ഫോഴ്സിൽ ഈ പരമ്പരാഗതമായിട്ട് ഈ കോൺഗ്രസിനും CPM-നും വോട്ട് കുത്തുന്ന വലിയൊരു സമുദായമുണ്ട്. അവരും എന്താ പറയുക ഈ പറഞ്ഞ അടിമ മെൻറ്റാലിറ്റി മാറി ചിന്തിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ പൊതുവെ ഈ പറഞ്ഞ ഈ മുഗൾ സാമ്രാജ്യത്തെ കാലത്തോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കാലത്തോ ഈ പറഞ്ഞിട്ടുള്ള മെജോറിറ്റി കമ്മ്യൂണിറ്റി ഒരു അടിമ മനോഭാവം തന്നെയായിരുന്നു. അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ ആത്മവിശ്വാസം ആളുകൾ കൊടുക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള അവരിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണെന്നില്ല, പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക. അതാണ് ഇപ്പം ഇവിടെ കാണുന്നത്. ഇപ്പം ഇവിടെയുള്ള ഒരു സമൂഹത്തിന് വ്യക്തമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. അവർ ലിറ്ററേറ്റ് ആയി എന്നുള്ളതാണ്. അതായത് ഇവരുടെ ഈ പ്രോപ്പഗണ്ടയും മീഡിയയും ഈ പത്രങ്ങളും വെച്ചിട്ടുള്ള ഗെയിമുകൾക്ക് അതീതമായിട്ട് സോഷ്യൽ മീഡിയ വലിയൊരു ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. പിന്നെ അത് വിളിച്ച് പറയാനുണ്ടല്ലോ ധൈര്യം കൊടുക്കാന്നുണ്ട്. നമ്മൾ അറിവുണ്ടായതുകൊണ്ട് കാര്യം മാത്രമില്ലല്ലോ. അറിവുള്ള ആൾക്കാർ നമ്മൾ പുറത്തു വന്ന് സംസാരിക്കുമ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്മാറും. വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ പിന്മാറും, ഭയക്കും. പക്ഷേ അങ്ങനെ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് സപ്പോർട്ടുമായിട്ട് വരാൻ തുടങ്ങി ആൾക്കാർ. ഇപ്പോൾ പണ്ടൊക്കെ ശോഭനേനൊക്കെ അവർ ടാർഗറ്റ് ചെയ്യാൻ നോക്കി. ഇത്തവണ പുള്ളിക്കാരി നെഞ്ചും വിരിച്ചങ്ങ് വന്നു കഴിഞ്ഞാൽ ശോഭനേനെ ഒഴിവാക്കി. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, വലിയ വലിയ സ്റ്റാറുകളെയൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നിർത്തി. ഇപ്പം ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരെയാണ്. നമുക്ക് കേൾവില്ലാത്ത ആൾക്കാരെയാണ് ഇവർ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ ഗതികേട് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ആ ഗതികേടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരും അറിയാത്ത ആളുകൾക്ക് പോലും ഇവന്മാരെ ഈ പറഞ്ഞിട്ടുള്ള അന്തം കമ്മി കൊങ്ങി ടീമുകളൊക്കെ വിമർശിക്കാൻ തുടങ്ങി. അതായത് ഒരാൾക്കും അറിയാത്ത ആൾക്കാർ പോലും ഇവരെ വന്നിട്ട് വിമർശിച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ഇവർക്ക് വേണ്ട ഹൈപ്പൊക്കെ കൊടുത്തിട്ട് വലിയ സെലിബ്രിറ്റി ആക്കി കളയും. നിങ്ങൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ അറിയാം, വളരെ എന്താ പറയുക ശ്രദ്ധിക്കാത്ത സീരിയൽ നടിമാർ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ചെറിയ എന്താ പറയുക ലോക്കൽ നേതാക്കന്മാരൊക്കെ ഈ അന്തം കമ്മി കൊങ്ങി ടീമുകളെ വിമർശിച്ച് പെട്ടെന്ന് തന്നെ സെലിബ്രിറ്റി ആവുന്നത് ഒരു പ്രതിഭാസം നമ്മൾ ശ്രദ്ധിച്ചു കാണും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ കാണാൻ പറ്റും. ഈ 4-ാം തീയതിയോട് കൂടി അതിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും. ഇത്ര നാളെന്താ പറയുക കോൺഗ്രസ്സുകാർ എന്താ പറയുക എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ BJP-യിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് പട്ടി മൂങ്ങുന്നത് പോലെ മൂങ്ങി ഒഴുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ മുങ്ങിയല്ലോ, സ്ഥലത്തില്ലല്ലോ. എന്താ കാരണം? ഇത് തന്നെ കാരണം. അപ്പോൾ ഇവന്മാർക്ക് കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനി മനസ്സിലാവാനുള്ള ആൾക്കാർ എന്താ പറയുക എക്സ്പയറി ഡേറ്റ് കഴിയാറായിട്ടുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതും കൂടി തീരുമ്പോൾ അതും തീർന്നു. പിന്നെ ഒരു എന്താ പറയുക ഇവരുടെ ഒരു പ്രതിരോധമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഒരു നാഷണലിസ്റ്റ് അപ്രോച്ചുള്ള ഒരു സമൂഹവും അത് സെൽഫ് ക്രിട്ടിസൈസിങ്ങും ആയിരിക്കും. കാരണം ഐഡിയോളജിക്കലി അവർക്കൊരു ഐഡിയോളജിക്കലി ബാക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു സമൂഹം ഉണ്ടെങ്കിൽ എപ്പോഴും അത് സെൽഫ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രസ്ഥാനങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള CPM-നോ കോൺഗ്രസിനോ അതില്ലാതെ പോയതാണ് അവരുടെ അന്ത്യം.
അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇനി ഇന്ത്യ മുന്നോട്ട് തന്നെയായിരിക്കും പോകുന്നത്. ഈ പറഞ്ഞ രാജകുമാരൻ്റെ എന്താ പറയുക ജീവിത ലക്ഷ്യമായിട്ടുള്ള ജാതി സെൻസസ് ഒക്കെ മാറി പുതിയൊരു ആ, സാമൂഹ്യ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകാൻ പോണത്. ഈ ജാതി എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറിപ്പോകും. ഈ പറഞ്ഞിട്ടുള്ള പാവപ്പെട്ടവർ, സ്ത്രീകൾ, ചെറുപ്പക്കാർ, കർഷകർ എന്നുള്ള ജാതിയൊക്കെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ പാവപ്പെട്ട എല്ലാ മതത്തിൽ നിന്നുള്ള ആൾക്കാരും പാവപ്പെട്ടവരിൽ വരും. ഈ കർഷകരിലും അതെ, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും വരും. ഈ ചെറുപ്പക്കാർ എല്ലാ മതത്തിൽ നിന്നുള്ള ആൾക്കാർ വരും. അപ്പം അങ്ങനെയായിരിക്കും ഇനി ഇവിടെ ഇന്ത്യ മുന്നോട്ട് പോകാൻ പോകുന്നത്. അല്ലാണ്ട് ഇവന്മാരുടെ പിന്തിരിപ്പൻ നയോ അല്ലെങ്കിൽ ആളുകളെ ഡിവൈഡ് ചെയ്തിട്ട് എന്നുള്ള വിചാരം ഒന്നും ഇനി ഭാരതത്തിൽ നടക്കാൻ പോകുന്നില്ല. അതിനുള്ളൊരു സൂചന മാത്രമാണ് നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത്. നമ്മളത് ഉറക്കെ വിളിച്ച് പറയും വേണം ഇവൻ്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട്. താങ്ക് യു ബ്രോ.